പക്ഷേ ചരിത്രത്തിൽ നിന്ന് ലീഗ് വലിയ തോതിലാണ് പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട്. ലീഗും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്ത പാഠമാണത്. 1989 തൊട്ട് ആദ്യത്തെ 10 കൊല്ലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് AP ഗ്രൂപ്പ്. എല്ലാ നാട്ടുംപുറങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും വളരെ ക്രൂരമായിട്ട്. അറിയാലോ, ഈ പാവങ്ങളായ മുഅല്ലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഈ ആളുകള്, മുദരിസുമാര്, ഖാദിമാര്, ചെറിയ ശമ്പളത്തിന്, അത് നാട്ടുകാരണവന്മാരുടെ ഔദാര്യത്തിന് നിൽക്കുന്നവരാണല്ലോ. അവരെയൊക്കെ ക്രൂരമായി പിരിച്ചുവിടുക, വീടുകൾ പട്ടിണിയിലാവുക, മാത്രമല്ല അവരെ ക്രൂരമായി പരിഹസിക്കുക. ഈവൻ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് സാർ. സാറൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോ ധാരാളം അങ്ങനെ ഒരു കാലമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോരാടിയ കാലമാണ്. സ്വന്തം ജനതയെ കൂടെ നിർത്താനും അവരെ രക്ഷിക്കാനും അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കാനും അവരെ ഒരു പുതിയ അന്തസ്സുറ്റ സമൂഹമാക്കി വളർത്താനും കേരളത്തിൽ. അതുകൊണ്ടാണ് പലരും പലപ്പോഴും പറയുന്നത് കേരളത്തിലെ സമീപകാല നവോത്ഥാനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിംകൾക്കിടയിൽ. കാരണം ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം ഇവർക്കുണ്ടല്ലോ ഒരു മതസമൂഹത്തിന് ഐഡന്റിറ്റി ഉണ്ടാക്കി, എന്ന് വെച്ചാൽ ഈ സ്വത്വപരമായ അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കി. മൂന്നാമത്തെ കാര്യം ധാരാളം സ്ഥാപനങ്ങളും ആസ്തിയും വന്നു. EK അബൂബക്കർ മുസ്ലിയാരുടെ തന്നെ വിഖ്യാതമായൊരു പ്രഖ്യാപനമുണ്ട്, പണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടിയൊക്കെ പണം ഉണ്ടാക്കാൻ, അത് ലോകം മുഴുവൻ നടന്ന് ശേഖരിക്കാൻ, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. ഇദ്ദേഹം അറബിയിലും മലയാളത്തിലും ഒക്കെ ഒരുപോലെ സംസാരിക്കും. വളരെ അറബികളെക്കാൾ ഫ്ലുവൻ്റായി സംസാരിക്കും. അപ്പൊ അതിന് ഏറ്റവും സമർത്ഥനാണ്. അതിൻ്റെ ഒരു ഗുണം വന്നു. ഇപ്പൊ എന്താ സ്ഥിതി? മുസ്ലിം ലീഗ് എപ്പോഴും ഭയപ്പെടുന്നത്, നേർക്കുനേരെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഭയപ്പെടുന്ന ആദ്യത്തെ ശക്തി ആസ്തിയാണ്. 2 വോട്ട് ബാങ്കാണ്. ഇത് രണ്ടും കാന്തപുരത്തിനുണ്ടായി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 10 കൊല്ലം കാന്തപുരം ചെയ്തത് ഒരു 89 തൊട്ട് ഏറ്റവും ചുരുങ്ങിയത് 2000 വരെയെങ്കിലും പോരാട്ടത്തിന്റെ കാലമായിരുന്നു. ആ കാലത്ത് ആ 10 കൊല്ലം കൊണ്ട് കാന്തപുരം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഒരു പക്ഷേ ഈ മതമേഖലയിൽ വിരാജിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, മതം പഠിപ്പിക്കുക, അത് ആ ഒരു മേഖലയിൽ ഖാദിമാരാവുക, അതിൻ്റെ ഈ പള്ളികളും അറബി കോളേജുകള്, മദ്രസകള്, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക. ആ സമൂഹത്തിൽ ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിനേക്കാളും EK ഗ്രൂപ്പ് സുന്നി എന്ന് പറയുന്നത്, അപ്പൊ അവരെക്കാളും ഒക്കെ സ്വാധീനം കാന്തപുരം നേടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും വില കൂടിയ ആസ്തിയും സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറെ കൂടി നൂതനമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആധുനികമായ കോഴ്സുകളും ഒക്കെ നടന്നു. അപ്പോഴും അവരുടെ യാഥാസ്ഥികമായ നിലപാടൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് തർക്കിക്കാം. ഉദാഹരണത്തിന് നോളജ് സിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സ്ഥാപനമാണ്. സാറ് ആ വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. പോകേണ്ടതാണ് കേട്ടോ. പലതും അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷെ അവരിൽ നിന്ന് പഠിക്കാൻ പാടില്ലാത്തൊരു പാഠമുണ്ട്. അവരെല്ലാ കൊല്ലവും മലയാളത്തിലെ മഹാകവികളുടെ ഉത്സവം നടത്തും. വലിയ പ്രതിഫലം കൊടുത്തിട്ട് എല്ലാ കവികളെയും വിളിച്ചു. നല്ല കാര്യം. ഞാൻ പറയുന്നത് അദ്ദേഹം ചെയ്ത സേവനത്തെ ആർക്കും കുറച്ച് കാണാം. അതാണ് സാർ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. ആദ്യത്തെ കാര്യം, സമുദായത്തിൽ ആസ്തിയുള്ള ഒരു സ്ഥാപനമായി, സംഘടനയും മൂവ്മെന്റ് ആയിട്ട് AP ഗ്രൂപ്പ് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അത്ര തന്നെ ആൾബലമുണ്ട്. അപ്പൊ 2 കാര്യം മുസ്ലിം ലീഗിന് ആകെ വേണ്ടത് ഈ 2 സ്ഥാപനമാണ്. ആസ്തിയും വേണം, ആൾബലവും വേണം, വോട്ട് ബാങ്ക് വേണം. അത് ഇപ്പൊ കാന്തപുരത്തെ പഴയ കാന്തപുരമല്ല, ആട്ടി ഓടിക്കപ്പെട്ട കാന്തപുരമല്ല. കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അവര് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആക്കാവുന്ന ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്കാവുന്ന ഞാൻ പറയുന്നത് അതിന്റെ ഉള്ളിൽ അങ്ങനെ അജണ്ട ഉണ്ട്. മുസ്ലിം ലീഗ് കാന്തപുരത്തിനെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഉള്ളിലും ഇത്തരം ഇന്റലിജൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പോയില്ലെങ്കിൽ അടുത്ത സമീപകാലത്ത് വരാൻ പോകുന്നു. അവർക്ക് ആവശ്യത്തിന് ആസ്തിയായി, സ്ഥാപനങ്ങളായി. ഇന്ത്യയിൽ ഒട്ടാകെ അനാഥകളെ പോറ്റുകയും ദുർബലരായ അവര് കാന്തപുരം ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഔട്ടാവും. ഇല്ല, ആ ഓർമ്മയുണ്ട് സാർ. അവർക്ക് നല്ല ബോധ്യമാണത്. കേരള മുസ്ലിം ജമാഅത്ത് വലിയ ജാഥ നടത്തിയല്ലോ ഇപ്പോ. കാന്തപുരം രണ്ടുപേരും നല്ലത്. കാന്തപുരം ചെയർമാനും അതിന്റെ സെക്രട്ടറി ആണ്. കാന്തപുരം ചെയർമാനാണ്. സെക്രട്ടറി ആരാന്നറിയോ? ഈ തങ്ങളാണ്, ബുഖാരി തങ്ങളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇതുപോലെയാണ്, മാതൃകാ സ്ഥാപനമാണ്. ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി ഞാൻ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലബാറിൽ ആദ്യമായിട്ടുണ്ടാക്കിയത്. സാറ് അവിടെ ഒന്ന് പോകേണ്ടതാണ്. ആ മഅദിൻ അക്കാഡമിയിൽ വലിയ സ്ഥാപനം. ഞാൻ പറയുന്നത് അവരിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് ഇവർക്ക്. രണ്ടാമത്തെ കാര്യം വോട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സാറ്? അദ്ദേഹത്തിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ ഇന്ത്യ ടുഡേക്കാരോട് ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ വളർന്നു വരുന്നുണ്ട്. പാണക്കാട് തങ്ങൾക്കൊക്കെ സമാന്തരമായിട്ടും ഭീഷണി. ഇപ്പൊ പാണക്കാട് തങ്ങൾ പോലും അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് ഈ 2 കാരണം കൊണ്ടാണ്. മൂന്നാമത്തെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് കാന്തപുരത്തോട് അടുക്കുന്നു? അതിന്റെ കാരണം സമസ്തയിൽ പുതിയ പിളർപ്പ് വന്നല്ലോ. പുതിയ പിളർപ്പ് എന്ന് തന്നെ പറയാം. ആശയവിനിമയം, അതിപ്പോ ഭൗതികമായ